കഴിഞ്ഞപ്പോ പഴയ മുറിവുകളെല്ലാം ഉണങ്ങിയല്ലേ? പഴയ നഷ്ടങ്ങൾ. കായലിന്റെ ആഴങ്ങളിൽ മേഘനാഥൻ മുക്കിത്താഴ്ത്തിക്കൊന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, നിന്റെ അച്ഛൻ, തൃപ്പങ്ങോട്ടെ വാസുദേവൻ. പ്രസവ ആലസ്യങ്ങൾ മാറും മുമ്പ് അതേ വയറ്റിൽ കൊടുവാൾ കുത്തിക്കേറി മരിച്ച ഒരു ചേച്ചി നിനക്കുണ്ടായിരുന്നു, തൃപ്പങ്ങോട്ട് സുഭദ്ര. നിന്റെ തറവാടിനോട് കൂറ് കാണിച്ചതിന്റെ പേരിൽ മാത്രം മൃതദേഹം പോലും പുറത്തു കാണിക്കാതെ ആ മേഘനാഥൻ അരിഞ്ഞു തള്ളിയ മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു, എന്റെ അച്ഛൻ അഡ്വക്കേറ്റ് പത്മനാഭൻ. അവരുടെയൊക്കെ പാതി മരിച്ച ആത്മാക്കൾ ഇന്ന് നമുക്ക് ചുറ്റും പറന്നു നടക്കുന്നുണ്ട്. അവർക്ക് നീതിയും മോക്ഷവും കിട്ടണമെങ്കിൽ ഞാൻ വരും. കേസ് വിളിക്കുന്ന ദിവസം അറിയിച്ചാ മതി. ഞാൻ വരും അച്ഛനെയും കൊണ്ട്. വാക്കാണ്. വേണുവേട്ടൻ ഇപ്പൊ പറഞ്ഞതെല്ലാം തീക്കനലുകളാണ്. വർഷങ്ങളായി എന്റെയും ഉള്ളു പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. ഞാൻ ആലോചിച്ചത് അച്ചു ഒന്ന് വളർന്നു വലുതാകുന്നത് വരെ ആ കനലുകളെ ക്ഷമയുടെ ചാരം കൊണ്ട് മൂടി സൂക്ഷിക്കാനായിരുന്നു. പക്ഷേ വേണുവേട്ടനെ പോലൊരു ആങ്ങളെ മുന്നിലുണ്ടെങ്കിൽ ഇനി ഞാനത് മൂടി വെക്കുകയില്ല. ആളെ കത്തിക്കാനേ ശ്രമിക്കൂ. വേണുവേട്ടൻ വിശ്വസിച്ചോളൂ, ഞാനുണ്ട് കൂടെ. കോട്ടയ്ക്കൽ മേഘനാഥനെ പച്ചയോടെ കത്തിക്കാൻ. അങ്ങനെ സ്വന്തം ജോലിയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എല്ലാം ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ ഞങ്ങളെ സിനിമയ്ക്കും പാർക്കിലും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. ഒപ്പം തന്നെ ഇടയ്ക്കിടെ ഞങ്ങൾക്ക് സ്വീറ്റ്സും ഐസ്ക്രീമും ബിരിയാണിയും ഒക്കെ വാങ്ങിത്തരാറുണ്ട്. അങ്ങനെയൊക്കെ എന്നെയും അനുജനെയും അമ്മയും സഹായിക്കുന്ന അച്ഛനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. എൻ്റെ അച്ഛനാണ് എനിക്ക് എൻ്റെ ഹീറോ. അല്പം ബൈഹാർട്ട് ചെയ്താണെങ്കിലും കുട്ടി നന്നായി സംസാരിച്ചു. ഇന്നത്തെ ഈ ഫാദേഴ്സ് ഡേ സെലിബ്രേഷനിലെ പ്രധാന പരിപാടികളിൽ ഒന്നാണ് കുട്ടികൾ സ്വയം അവരുടെ അച്ഛനെ വിലയിരുത്തുന്ന മൈ ഫാദർ മൈ ഹീറോ എന്ന ഈ പരിപാടി. ഇതിലെ അവസാന കണ്ടസ്റ്റൻ്റായി സ്വന്തം അച്ഛനെക്കുറിച്ച് ഇനി സംസാരിക്കുന്നത് അച്ചു. അച്യുതിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Achut, all the best. Thank you, uncle. എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ മാനേജറായ മുൻ മേയർ അങ്കിളിനും മുഖ്യ അതിഥിയായി വന്ന ഈ അങ്കിളിനും മറ്റ് സാറുമാർക്കും ടീച്ചർമാർക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒപ്പം തന്നെ ഈ ഫാദേഴ്സ് ഡേ സെലിബ്രേഷനിൽ എന്നോടൊപ്പം പങ്കെടുക്കാൻ വന്ന പ്രിയപ്പെട്ട അച്ഛനും പ്രത്യേകമായ നമസ്കാരം പറയുകയാണ്. എൻ്റെ അച്ഛൻ ഒരു നല്ല ബിസിനസ്സുകാരനാണ്. വിഷമിക്കുന്നവരെ സഹായിക്കാനുള്ള മനസ്സ് എൻ്റെ അച്ഛനുണ്ട്. എല്ലാവരോടും അടുപ്പത്തോടെ പെരുമാറുകയാണ് എൻ്റെ അച്ഛൻ്റെ പതിവ്. ചിലരുടെ അച്ഛന്മാർ ലീവ് എടുത്തു വന്ന് മക്കളെ കാണാതിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ
ഓടി എൻ്റെ അടുത്ത് വരും, എൻ്റെ കൂടെ കളിക്കും, എനിക്ക് കഥകൾ പറഞ്ഞു തരും, എൻ്റെ അമ്മയുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട അച്ഛൻ തന്നെയാണ് എൻ്റെ അച്ഛൻ. താങ്ക് യു അച്ഛാ, താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ടായിരുന്നു അച്ഛാ? സൂപ്പർ. ഇനിയുള്ള പ്രധാന ഇനം സമ്മാനദാനമാണ്. അപ്പോഴേക്കും ശൈലജ ടീച്ചർ പ്രസംഗ മത്സരത്തിലേത് ഉൾപ്പെടെയുള്ള വിജയികളുടെ ലിസ്റ്റ് വായിക്കുന്നതായിരിക്കും. അതിനു മുൻപ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുകയാണ്. വരൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് വർമ്മ സാറ് പ്രസംഗിക്കണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഞാൻ 2 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. മദേഴ്സ് ഡേ, ഫാമിലി ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, അങ്ങനെ പല ദിനങ്ങളും നമ്മൾ സന്തോഷത്തോടെ ആഘോഷിക്കാറുണ്ട്. ഇപ്പോഴിതാ ഫാദേഴ്സ് ഡേയും നമ്മൾ ആഘോഷിക്കുന്നു. ഇവിടുത്തെ കുട്ടികളുടെ പാരൻസ് ആസ്വദിച്ച് അത് ആഘോഷിക്കുന്നത് കണ്ടതിൽ ഒരുപാട് സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. ഗോഡ് ബ്ലെസ് യു എവ്രിവൺ. താങ്ക് യു മേഘൻ. വളരെ ഫീൽ ചെയ്ത് സംസാരിച്ചു. ദാറ്റ് വാസ് ഗുഡ്. ഞാനൊരു ഫാദറാണ് വർമ്മ സർ. നഷ്ടപ്പെട്ട മകനെ തേടി നടക്കുന്ന ഒരു ഫാദർ. ഈ സെലിബ്രേഷൻ എനിക്കും വലിയ പ്രചോദനമായി തരുന്നത്. സോ ഐ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. സന്തോഷം. യു ആർ വെൽക്കം ഓൾവേസ്. ഇനി സമ്മാനദാനമാണ്. നമ്മുടെ മുഖ്യ അതിഥി സമ്മാനദാനം നിർവഹിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി പ്രസംഗ മത്സരത്തിന് 1ാം സമ്മാനം ആരാധ്യ. അടുത്തതായി ലെമൺ സ്പൂണിൽ ഫസ്റ്റ് പ്രൈസ് ദക്ഷൻ. അടുത്തതായി 400 മീറ്റർ ഓട്ട മത്സരം അച്യുത്. അച്ഛാ നിന്നത്? നമുക്ക് പോവാം. പോവാം മോനെ. അഞ്ജലി ഇതുവരെ വന്നില്ലല്ലോ. ശരിയാണല്ലോ. ഈ അമ്മ എവിടെ പോയതാ ഇത്? ഹായ് പ്രസാദ്. എന്താ പ്രസാദ് ഇവിടെ നിൽക്കുന്നേ? നമസ്കാരം സർ. നമസ്കാരം. എന്തായാലും സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതും. അറ്റ് ലാസ്റ്റ് താൻ അഞ്ജലിയെ വിവാഹം കഴിച്ചല്ലോ. ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും സ്വയം തീരുമാനിച്ചിട്ടാണെങ്കിലും അതൊരു നല്ല കാര്യമായി എന്നാണ് എന്റെ അഭിപ്രായം. അയ്യോ സർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോഴും ബാച്ചിലറാണ്. കല്യാണം കഴിച്ചിട്ടില്ല സർ. ഓഹോ, പിന്നെ ഏത് കണക്കിലാണ് താൻ ഇയാളുടെ ഫാദറായി ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ വന്നത്? അത് അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ് സർ. ഫാദേഴ്സ് ഡേക്ക് അച്ഛൻ വന്നില്ലെങ്കിൽ നാളെ മുതൽ സ്കൂളിൽ പോകില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അവനെയൊന്ന് ആശ്വസിപ്പിക്കാനും അവന്റെ സന്തോഷത്തിനും വേണ്ടിയാ ഞാൻ വന്നതും ഈ വേഷം കെട്ടിയതും. അതാണ് സാർ സത്യം. അതേതായാലും നന്നായി. തനിക്ക് വലിയൊരു മനസ്സുണ്ടെന്ന് താൻ തെളിയിച്ചിരിക്കുക. ദേ, അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. നിങ്ങൾ 2 പേരും വിവാഹം കഴിക്കണം. അതിലൂടെ ഈ കുട്ടിക്ക് ഒരച്ഛനുണ്ടാവുക മാത്രമല്ല,
നിങ്ങൾ രണ്ടുപേർക്കും ജീവിത പുരോഗതിയും സന്തോഷവും കൂടി ഉണ്ടാവും. ഒരു മുതിർന്ന സഹോദരൻ പറയുന്നു എന്ന് മാത്രം കരുതിയാ മതി. ഞാൻ വർമ്മ സാറിനോട് യാത്ര പറഞ്ഞിട്ട് വരാം. നീ വണ്ടിയിലിരിക്കാം. ആരോ നോക്ക. ഹലോ വർമ്മ സാർ. ഇത് ഷാഫിയാണല്ലോ. ആ കൊച്ചു വക്കീലിനെ നിരീക്ഷിച്ചതിന്റെ വിശേഷം പറയാനായിരിക്കും. അങ്ങനെ മേഘനാഥൻ ഇത് കേട്ട് സൂഹിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ സർ. ആയിക്കോട്ടെ. മേഘൻ, ഞങ്ങൾ കണ്ടായിരുന്നു. അയാളുടെ മെസ്സേജ് ആണല്ലോ. ദാ ദൈവമേ, ആ കുട്ടി ഇത് മേഘനാഥന്റെ അടുത്തേക്കാണല്ലോ ചെല്ലുന്നത്. ആളിനെ ഉടനെ അവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. സാർ, സാറേ ഒരു മിനിറ്റ് സാർ. എക്സ്ക്യൂസ് മീ. കാര്യോ? സാറേ, വേണുവക്കീലിനെ വാച്ചിന് ഏൽപ്പിച്ചിരുന്ന ആളാ വിളിച്ചിരുന്നത്. അയാൾ റോഡിലൊന്ന് കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അങ്ങോട്ട് ചെല്ലണം സാർ. എന്തോ ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ശരി, നമുക്ക് പോവാം. വർമ്മ സാർ. ഓക്കെ. പ്രസാദേ, ഇനിയും കാണാം കേട്ടോ. ഓക്കെ. മോനെ, അച്ചു, പ്രസാദേ പോരാ. ശരി സാർ. അപ്പൊ ശരി വന്നു സാർ. അച്ചുട്ടാ, അമ്മ നല്ല ആളാ. ഞാൻ മത്സരിച്ച് സമ്മാനം വാങ്ങുന്ന നേരത്ത് അമ്മ ഇത് എവിടെ പോയിരുന്നു? അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നത് കൊണ്ടാകണ്ണ. എന്തായാലും എല്ലാം കാണാൻ പ്രസാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പ്രസാദങ്ങളല്ലമ്മേ, പിന്നെ അച്ഛൻ. അങ്ങനെയാ ഞാൻ പ്രസംഗം പറഞ്ഞത്. എല്ലാരും ഇഷ്ടപ്പെട്ട് കയ്യും അടിച്ചു. അച്ഛനെങ്കി അച്ഛൻ. ഇനിയിപ്പൊ അച്ഛനുള്ളപ്പോ ഈ അമ്മ എന്തിനാ അല്ലേ? അങ്ങനെയല്ല, എനിക്ക് അച്ഛനും അമ്മയും ഒരുമിച്ചുണ്ടാവണമെന്ന് ആഗ്രഹം. അതാണ് ഈ അച്ചൂട്ടന്റെ സന്തോഷം. ഓക്കെ, കം ഓൺ ഗൈസ്, പോവാ. എവിടെ അയാൾ? ഇവിടെ ആരെയും കണ്ടില്ലല്ലോ. അയാൾ ഇവിടെ ഈ പള്ളിയുടെ മുന്നിൽ കാത്തു നിൽക്കുന്നു എന്നാ ഫോണിൽ പറഞ്ഞത്. ചിലപ്പോൾ അയാൾ നമ്മളെ പറ്റിച്ചതായിരിക്കും സാർ. ഉത്തരവാദിത്തമില്ലാത്ത കഴുതകൾ. പണം കൊടുക്കുമ്പോ 2 കൈ നീട്ടി വാങ്ങാൻ എന്താ ഉത്സാഹം? എന്നാൽ അതില് വല്ല പ്രയോജനമുണ്ടോ? അതുമില്ല. പിന്നെല്ലാം പറഞ്ഞു പറ്റിക്കലും. പറ്റിച്ചത് അയാളല്ല സാറേ, ഞാനാ. തൃപ്പങ്ങോട്ടെ പെൺകുട്ടികളെ രക്ഷിക്കാൻ ഇനി ഞാൻ ഇതുപോലുള്ള തന്ത്രങ്ങൾ എടുക്കുന്നുള്ളത് ഉറപ്പാ. ഞാൻ നിങ്ങളോടൊപ്പമുള്ള കാലത്തോളം ആ കുട്ടികളെ ദ്രോഹിക്കാൻ നിങ്ങളെടുക്കുന്ന ഓരോ തന്ത്രവും ഞാൻ പൊളിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് മാത്രമല്ല, നാളെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്താടാ നോക്കി നിൽക്കുന്നേ? കേറങ്ങോട്ട് പോവാം.
കൺഗ്രാറ്റുലേഷൻസ് അച്ചൂട്ടാ. എന്റെയും കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ്സ്. അതെ, കൺഗ്രാറ്റുലേഷൻസ് അച്ചോട്ടിന് മാത്രം പോരാ, പ്രസാദേട്ടനും കൂടി വേണം കേട്ടോ. അച്ചൂട്ടനോട് സമ്മാനം വാങ്ങിയതിന് എന്തിനാ പ്രസാദേട്ടന് കൺഗ്രാറ്റുലേഷൻസ്? അത് മനസ്സിലായില്ല. നാണിക്കണ്ട, അച്ചോട്ടൻ തന്നെ പറഞ്ഞ എന്താണെന്ന്. അത് പിന്നെ അത് ഞാൻ ഓടിത്തുടങ്ങിയപ്പോ ഗ്രൗണ്ടിൽ വീണുപോയി. അയ്യോ, വീണോ? എന്നിട്ട്? വീണുപോയപ്പോ പ്രസാദങ്ങളാ വന്ന് പ്രോത്സാഹിപ്പിച്ച് എണീപ്പിച്ച് വീണ്ടും ഓടിപ്പിച്ചത്. അതുകൊണ്ടാ എനിക്ക് ഈ സമ്മാനം കിട്ടിയത്. അത് മാത്രമല്ല, ആദ്യമായിട്ടാ എനിക്ക് എല്ലാവരോടും പറയാൻ ഒരു അച്ഛനെ കിട്ടിയത്. ഞാനിന്ന് ഈ അച്ഛനെ പറ്റി സ്റ്റേജിൽ പ്രസംഗിക്കുകയും ചെയ്തല്ലോ. വെരി ഗുഡ്. എന്നാ പിന്നെ അച്ചൂട്ടൻ വാ, ഓടി തളർന്നു വന്നല്ലേ, കൈയും കാലും മുഖവും കഴുകി ചായയും പലഹാരം കഴിക്കാം. വാ വന്നേ. തുളസി, ചായ എടുക്ക്. ആ, അച്ഛൻ വന്നേ, ചായ കുടിക്കാം. ദാ. ഇങ്ങനെ അച്ചോട്ടനും മറ്റെല്ലാവരും വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോ ഞാൻ മറ്റൊരു കാര്യം അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, അമ്മ ഇവൻസിന്റെ കാര്യമാണ്. അമ്മ ഇവൻസിന് ഇപ്പോ ഒരേ ഒരു പാർട്ണറേ ഉള്ളൂ, ഞാൻ മാത്രം. എന്റെ അനുജന്മാര് അതിൽ സഹകരിക്കുന്നുണ്ട്, പക്ഷെ പാർട്ട്നേഴ്സ് അല്ലല്ലോ. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിൽ ഒരാളെ കൂടി പാർട്ണറാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ അഞ്ജലിയ. അഞ്ജലി കൂടി അമ്മ ഇവൻസിന്റെ പാർട്ണറാക്കാനാണ് എന്റെ തീരുമാനം. താങ്ക് യു പ്രസാദേട്ടാ. കേക്ക് ഷോപ്പിൽ പോയി നമുക്കതിനൊരു കേക്ക് സെലക്ട് ചെയ്താലോ? എന്തു പറയുന്നു? ഓക്കേ, ഡൺ. ശരി, എന്നാ ഒരുങ്ങിയിരുന്നോ? ഞാൻ വരും. നമുക്ക് കേക്ക് കടയിൽ പോയി കേക്ക് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം. ഓക്കെ? ഓക്കേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാണേ. എല്ലാവർക്കും ബൈ. അച്ഛാ.